ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ ഉമ്മാൻ്റെ ബിരിയാണിയാണ്. ഉമ്മാൻ്റെ ബിരിയാണിക്ക് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഉമ്മ അന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കേട്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരേ. ഉമ്മാൻ്റെ ബിരിയാണിക്ക് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും മാത്രമേ ഉപയോഗിക്കും ബിരിയാണിയിൽ. ഓയിലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. ആദ്യത്തെ ടിപ്പാണ് ഈ ഉള്ളി വറക്കുന്നത്. ഫസ്റ്റ് തന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഉള്ളി വറുത്ത് വെച്ചാൽ പിന്നെ ആ ഉള്ളി വറുത്ത വെളിച്ചെണ്ണ തന്നെ മസാലയും പിന്നെ ബിരിയാണിയും റൈസും ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് അമ്മ പറയുന്നത്. ഉള്ളി വറുത്ത് വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് പിന്നെ കുറച്ച് ഉള്ളിയും മസാലയ്ക്ക് വേണ്ട ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കും. നല്ല പോലെ ഉള്ളി വാടി വന്നിട്ട് ചിക്കൻ ഇടുള്ളൂ കേട്ടോ. ശരിക്കും ഈ തക്കാളി മുന്നേ ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ ഇടും കേട്ടോ. എന്നിട്ടൊന്ന് വാടി കഴിഞ്ഞിട്ടേ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടികളൊക്കെ ഇടുള്ളൂ. പക്ഷെ ഞാൻ ഈ ക്യാമറയും കൊണ്ട് ഇതിലേ നടക്കുന്നതുകൊണ്ട് ഉമ്മൻ്റെ കൺട്രോൾ മൊത്തം പോയി തക്കാളിയൊക്കെ ലാസ്റ്റാണ് ഇട്ടത്. എന്തായാലും തക്കാളി വാടി കഴിഞ്ഞിട്ട് ചിക്കനും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും പൊടികളൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കും കേട്ടോ. ഈ വേവിക്കുന്ന സമയത്ത് നമുക്ക് ചോറ് ഇതിന് ആവശ്യമായിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുക. ആദ്യം ഉള്ളി വറുത്ത വെളിച്ചെണ്ണ കുറച്ച് മാറ്റി വെച്ചതിൽ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഈ കണ്ട സാധനങ്ങൾ മൊത്തം അതിലേക്ക് ഇട്ട് കുറച്ച് ഉള്ളിയും ഇട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മളെ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില മസ്റ്റാണ് ഉമ്മക്ക്. എന്ത് ഉണ്ടാക്കുന്ന സമയത്തും കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല. എന്നിട്ടാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം നമ്മളെ അളവൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് പാകത്തിനാണ് വെള്ളം എടുത്തത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് അരിയും ഇട്ടിട്ട് തിളച്ച് വന്നതിന് ശേഷം അരിയും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മാൻ്റെ കുക്കിങ്ങും എൻ്റെ കുക്കിങ്ങും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ ചിലപ്പോൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷേ ഉമ്മക്ക് പെട്ടെന്ന് കഴിയും. എനിക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കണേ കുറേ സമയം എടുക്കും. പിന്നെ ഒരു കാര്യം ഇന്നാണ് എനിക്ക് മനസ്സിലായത്, ഉമ്മ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുപ്പും റെസിപ്പി അറിയലൊന്നും നടക്കില്ല. കാരണം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുന്ന സമയത്ത് എന്തൊക്കെയോ പൊടികൾ ഇതിൽ വാരിയിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ടിസ്റ്റ്. റെസിപ്പി പറഞ്ഞു തരാമെന്നും പറഞ്ഞ് വന്ന ഞാനാരായി ഇതിലെന്തൊക്കെ പൊടികൾ പിന്നെ ഇട്ടുണ്ടെന്നേ എനിക്കറിയില്ല. ഒരു ഗരം മസാല, ഒരു ബിരിയാണി മസാല മാത്രമേ പിന്നെ ഞാൻ കണ്ടുള്ളൂ. ഞാനൊന്ന് അങ്ങോട്ട് മാറിയ സമയത്ത് ഇവിടെ മസാല റെഡിയായി. ഇവിടെ ദമ്മും ചെയ്യൽ തുടങ്ങി. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ദം ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ 2 മസാലയും റൈസും കൂടി മിക്സ് ചെയ്തിട്ടാണ് വിളമ്പുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഇത് രണ്ടും വേർതിരിക്കാൻ ഒരു വാഴൻ്റെ ഇല വരെ ഉമ്മ അതിൽ വെച്ചിട്ടാണ് റൈസും ഇതും ദമ്മ് ചെയ്യുന്നത്. എന്നിട്ട് വിളമ്പുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വിളമ്പുകയും ചെയ്യുന്നത്. പല നാട്ടിൽ പല രൂപത്തിൽ പല ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന ഒരേ ഒരു പേര് മാത്രമുള്ള ഈ ബിരിയാണീനെ ഇഷ്ടപ്പെടാത്തവർ ആരാല്ലേ നമ്മളെ കൂട്ടത്തിലുള്ളത്? ഇത് ശരിക്കും മലയാളി അല്ലെങ്കിലും നമ്മളെ മലയാളികളെ ഒരുവിധം മലയാളികളുടെ ഒക്കെ കംഫർട്ട് ഫുഡ് ശരിക്കും ബിരിയാണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കഥ പറഞ്ഞത് നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ സമയം തന്നെ ദമ്മിൽ വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറോളം ചെറിയ തീയിൽ ദമ്മിൽ വെച്ചാണ് ഇതെടുത്തത്. അപ്പം കണ്ടില്ലേ മസാലേൻ്റെ കളറൊക്കെ മാറിയത്. ആദ്യം നല്ല മഞ്ഞ കളറിലൊക്കെ കണ്ട സാധനം ഇപ്പം നല്ല ചോറിലേക്കൊക്കെ കുറച്ച് മസാലയൊക്കെ പിടിച്ച് വേറൊരു കളറിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ ചിക്കൻ വറുത്തിട്ടും വെക്കാം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അതിനോടല്ല താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.